ഇറാൻ നാവികസേനയുടെ ഒരു കപ്പൽ നേരെ അമേരിക്കയുടെ മുങ്ങിക്കപ്പൽ ആക്രമണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100ഓളം കപ്പൽ ജീവനക്കാർ അടക്കം കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായാലും വിശദാംശങ്ങൾ? ശ്രീലങ്കൻ തീരത്താണിത്. ശ്രീലങ്കയുടെ സ്പെഷ്യൽ ഇക്കണോമിക് സോണിന്റെ അകത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്ന് പറഞ്ഞാൽ ഇത് തീരത്ത് നിന്ന് 200 കിലോമീറ്റർ ചുറ്റളവില് അവർക്ക് മറ്റേ കടൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാവുന്ന സൗകര്യം, മീൻ പിടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവിടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതായത് അന്തർവാഹിനി, അമേരിക്കയുടെ അന്തർവാഹിനി ഇതിനെ ഇറാനിൽ നിന്ന് വിശാഖപട്ടണത്തിലേക്ക് വന്നിട്ട് വിശാഖപട്ടണത്തില് മിലൻ 2026 സൈനിക അഭ്യാസത്തിൽ, അത് ഫ്ലീറ്റ് റിവ്യൂ എന്നും പറയും, ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ, സൈനികാഭ്യാസം പല രാജ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വിശാഖപട്ടണത്ത് പങ്കെടുത്തിട്ട് മടങ്ങുന്ന കപ്പലിനെ ആണ് അന്തർവാഹിനി, അമേരിക്കയുടെ അന്തർവാഹിനി ആക്രമിച്ചത്. IRIS ധേന എന്നാണ് യുദ്ധക്കപ്പലിന്റെ പേര്. മുങ്ങിയത് രണ്ടായിട്ട് പിളർന്നു പോയി ടോർപിഡോ ആക്രമണത്തില്, എന്നിട്ട് മുങ്ങിപ്പോവുമായിരുന്നു. അപ്പൊ വളരെ ക്ലോസ് ആയിരുന്നു എന്നുള്ളത് അർത്ഥം. ഇറാൻ കപ്പലിട്ടത് മനസ്സിലാക്കിയിട്ടുമില്ല. ഈ 87 ജഡങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീലങ്ക 79 പേരെ രക്ഷിച്ചിട്ടുണ്ട്. 61 പേര് മിസ്സിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ 61 ജഡങ്ങളെ ഒഴുകി നടക്കുകയായിരിക്കും. എന്തായാലും അവർ ജീവിച്ചിരിപ്പില്ല. അപ്പൊ നമ്മള് 142ഓളം പേര് കൊല്ലപ്പെട്ടു എന്ന് കരുതാം. അപ്പോൾ വലിയ സ്ഫോടനം ഉണ്ടായി. മൗച്ച് ക്ലാസ് അതിൽപ്പെട്ട യുദ്ധക്കപ്പലാണ് ഈ ധേന എന്ന് പറഞ്ഞ കപ്പല്. അപ്പോൾ 180 പേരാണ്, അതിൽ 180ലധികം ക്രൂ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ലങ്കയിൽ നിന്ന് 44 നോട്ടിക്കൽ മൈൽ, അതായത് 81 കിലോമീറ്റർ തെക്ക് ആണ് ഇത് കണ്ടെത്തിയത്. എന്ന് പറയുമ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ഏതാണ്ട് 300 കിലോമീറ്റർ അകലെയാണ്. കേരളത്തിന്റെ അടുത്ത്, ഇന്ത്യയുടെ അടുത്ത് എന്നൊക്കെ പറയാം. വേണമെങ്കിൽ കൊച്ചിയിലും ഉണ്ടാകാമായിരുന്നത് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഭീഷണി, ഇന്ത്യക്കൊരു ഭീഷണി എന്ന് വിചാരിക്കാം. അപ്പോ ഇത് ഈ ഈസ്റ്റേൺ നേവൽ കമാൻഡ് 2 ആഴ്ച മുമ്പ് സ്വാഗതം ചെയ്തു. ഈ ധേന എന്ന് പറഞ്ഞ കപ്പലിനെ നമ്മുടെ ഈസ്റ്റേൺ കമാൻഡ് ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്തിട്ടാണ് ആ മിലൻ 2026 എന്ന് പറഞ്ഞ നാവികാഭ്യാസത്തില് വിശാഖപട്ടണത്തിൽ പങ്കെടുക്കുന്നത്. ഈ ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ എന്നും ഈ സൈനികാഭ്യാസത്തിന് പറയും. ഇത് ഈ പുലർച്ചെ 5:08 ആണ് ഈ ഡിസ്ട്രസ് കോൾ കപ്പലിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള SOS. അങ്ങനെയാണ് ശ്രീലങ്കൻ നേവി ഇതിൽ ഇടപെടുന്നത്. ഘാൾ എന്ന് പറഞ്ഞ തുറമുഖ നഗരം ശ്രീലങ്ക, അവിടെ നിന്ന് തെക്ക് ആണ് ഇത്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 80 കിലോമീറ്റർ തെക്ക്. അപ്പോൾ അമേരിക്കൻ നേവിയുടെ ഒഹായോ ക്ലാസ് അന്തർവാഹിനികൾ പൊതുവെ ഇന്ത്യ സമുദ്രത്തിൽ പട്രോൾ നടത്താറുണ്ട്. എന്ന് പറഞ്ഞാൽ ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനി ആണ് ഇത്. ഇത് ഡിഗോ ഗാർസിയയിൽ നിന്ന് പുറപ്പെട്ടതാണ് എന്നുള്ളതാണ് വിവരം. അപ്പോൾ ഈ ഇറാൻ കപ്പൽ ആധുനിക കപ്പലാണ്. അത് നഷ്ടം വന്നത് അവർക്ക് ഒരു വലിയ വിടവ് തന്നെയാണ്. അപൂർവമായ ഒരു ഇനം കപ്പലാണത്. ഇത് തെക്ക് പടിഞ്ഞാറൻ ഇറാനിലാണ് ഈ ധേന എന്ന് പറഞ്ഞ മല ഉള്ളത്. ധേന എന്ന് പറഞ്ഞ മല തെക്ക് പടിഞ്ഞാറൻ ഇറാനിൽ. ആ മലയുടെ പേരാണ് ഈ യുദ്ധക്കപ്പലിന് കൊടുത്തത്, ധേന എന്നുള്ളത്. ഇറാനിൽ തന്നെ നിർമ്മിച്ച കപ്പലാണിത്. തദ്ദേശ നിർമ്മിതി ആണ്. പട്രോളിനും ഉപയോഗിക്കാം, കോമ്പാറ്റ് യുദ്ധത്തിനും ഉപയോഗിക്കാം, റോന്തിനും ഉപയോഗിക്കാം, യുദ്ധത്തിനും ഉപയോഗിക്കാം.
1300 1500 ടൺ ആണ് അതിൻ്റെ കേവ് ഭാരം. ഇതിൻ്റെ അകത്ത് ആൻറ്റി ഷിപ്പ് മിസൈൽ, പിന്നെ ഈ പീരങ്കികൾ, പിന്നെ ടോർപിഡോ ലോഞ്ചർ ഒക്കെ ഈ കപ്പലിൻ്റെ അകത്തും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഒരു നേവൽ കമ്മഡോർ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഈ സൈനികാഭ്യാസത്തിനൊക്കെ വന്നുകൊണ്ട് ഒരുപാട് ആയുധങ്ങൾ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നാവിക വിദഗ്ധന്റെ അഭിപ്രായം അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഹെലികോപ്റ്റർ ലോഞ്ചിങ് പാഡ് ഉണ്ട്, ഹെലികോപ്റ്ററിന് ലാൻഡിങ് പാഡ് ഉണ്ട്, ഹെലികോപ്റ്ററിന് വന്ന് ലാൻഡ് ചെയ്യാം, റഡാർ ഉണ്ട്, പിന്നെ ഖദർ ആൻറ്റി ഷിപ്പ് മിസൈൽ സാധാരണഗതിയിൽ അതിൻ്റെ അകത്ത് ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. 76 mm പീരങ്കി ആണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഫുട്ടേജ് ശ്രീലങ്ക, ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ വീഡിയോ ഫുട്ടേജ് ഉണ്ട്, അവരത് റിലീസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ അന്തർവാഹിനിയുടെ പെരിസ്കോപ്പിൽ നിന്ന് ഈ തകർക്കുന്ന ദൃശ്യം അമേരിക്ക റിലീസ് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വെനസ്വേലയുടെ കപ്പലുകളൊക്കെ തകർക്കുമ്പോൾ ഉള്ള ദൃശ്യം പോലെ അസാധാരണമാണ് ഒരു അന്തർവാഹിനി ഓപ്പറേഷന്റെ ദൃശ്യം പുറത്തു വിടുക ഒരു രാജ്യം എന്നുള്ളത് അസാധാരണമാണ്. അത് ചെയ്തിട്ടുണ്ട്, യുദ്ധകാലമായതുകൊണ്ട് ചെയ്തതും ആകാം. അപ്പോൾ ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് കോറിഡോർ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, അതിൽ ലങ്കയും ഉള്ളതാണ് ശരിക്കും. അപ്പോൾ ആ ലങ്കയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അമേരിക്ക, ചൈന, ഇന്ത്യ ഒക്കെ ഈ ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ വരുന്നു, യുദ്ധത്തിൻ്റെ ഭാഗമായി. ഇന്ത്യ സമുദ്രത്തിലും ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയും എന്നുള്ള ഭീഷണി ആണ് അമേരിക്ക മുഴക്കിയിരിക്കുന്നത്. പീറ്റർ ഹെക്സത്ത് അവരുടെ സെക്രട്ടറി, പ്രതിരോധ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, രാജ്യാന്തര അതിർത്തി, കടലിലെ രാജ്യാന്തര അതിർത്തി സുരക്ഷിതമാണെന്ന് ഇറാൻ കരുതി ഞങ്ങളുടെ ടോർപിയോ അവരെ അഗാധതയിലേക്ക് മുക്കിക്കളഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, 2ാം ലോക യുദ്ധത്തിന് ശേഷം ഈ യുദ്ധത്തിന് ഇങ്ങനെ പല പ്രത്യേകതകളും ഉണ്ട്, നമ്മൾ നേരത്തെ ഇത് പറഞ്ഞു പോകുന്നുണ്ട്. 2ാം ലോക യുദ്ധത്തിന് ശേഷം ഇന്ത്യ സമുദ്രത്തിൽ അമേരിക്ക ഇങ്ങനെ ഇടപെടുന്നത് ആദ്യമാണ്. 1945 ശേഷം ചൊവ്വാഴ്ച രാത്രി ആയിരുന്നു ഇത്. അപ്പോൾ ഇതേ സമയം ലെബനനിലെ ഇറാൻ എംബസി ആക്രമിച്ചാൽ, അമേരിക്ക ലെബനനിലെ ഇറാൻ എംബസി ആക്രമിച്ചാൽ ലോകമാകെയുള്ള ഇസ്രയേലിന്റെ നയതന്ത്ര കാര്യാലയങ്ങൾ തകർക്കും എന്നുള്ള ഭീഷണി ഇറാൻ മുഴക്കിയിട്ടുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധക്കപ്പൽ മുക്കുക എന്നൊക്കെ പറഞ്ഞാൽ യുദ്ധത്തിന്റെ ഒരു ഭീതി കൂടിക്കൂടി വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കട്ടെ. കാരണം അമേരിക്ക രണ്ടും കൽപ്പിച്ചിറങ്ങുന്നു, ഇറാൻ ഇനി മുന്നിൽ നോക്കാനൊന്നുമില്ല. കാരണം അവരുടെ ഒരു കപ്പൽ മുക്കി എന്ന് പറഞ്ഞാൽ തിരിച്ചടി ചിലപ്പോൾ ഒരുപക്ഷെ സങ്കല്പിക്കുന്നതിനപ്പുറത്തേക്കായിക്കൂടെ. അതായത് ഈ ഇറാൻ കപ്പൽ മുക്കിയതിന്റെ പിന്നാലെ, ഈ ശ്രീലങ്കയിൽ മുക്കിയതിന്റെ പിന്നാലെ ആണ് ഇന്നലെ രാത്രി 10:30 തുടങ്ങേണ്ടതായിരുന്നു വിലാപയാത്ര. ഖമനയുടെ 3 ദിവസത്തെ ആണ് പ്ലാൻ ചെയ്തിരുന്നത്. ടെഹ്റാനിൽ തന്നെയാണ്, അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലല്ല. 3 ദിവസത്തെ അത് മാറ്റിവെച്ചു. രാജ്യത്തിന് അത് വലിയൊരു ഷോക്കാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അതെ, വലിയ തിരക്ക് കൊണ്ട് മാറ്റിവെച്ചു എന്ന് ന്യായം പറയുന്നുണ്ടെങ്കിലും അതല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. തിരക്കുണ്ടാവും എന്നുള്ളത് സ്വാഭാവികമല്ലേ. കാരണം ഖൊമൈനി മരിച്ചപ്പോൾ 1 കോടി മനുഷ്യർ ആണ് വിലാപയാത്രയിൽ പങ്കെടുത്തത്. ഇത് അതിനേക്കാൾ വലുതായിരിക്കും 3 ദിവസത്തെ എന്ന് പറഞ്ഞാൽ സംഘർഷം കനത്തിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ 1 കോടിയോ 2 കോടിയോ ആള് വന്ന് കൂടിയാൽ ഇതിൻ്റെ അകത്തൊരു ആക്രമണം നടത്തിക്കൂടായില്ല. അത് റിപ്പോർട്ടുകളിലും അങ്ങനെ തന്നെയുണ്ട്. അമേരിക്ക ആ വിലാപയാത്രയെ ആക്രമിക്കുമോ എന്നുള്ളൊരു സംശയം. ഒരുപാട് നേതാക്കളെ ഒന്നിച്ചു കിട്ടുമല്ലോ. അതെ അതെ. അപ്പോൾ
ഒരു ആക്രമണത്തിൽ അത് അവസാനിക്കും. ആ ഭയത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ശ്രീലങ്കയുടെ ആക്രമണത്തിനെ പറ്റി ധാരാളം ചർച്ചകൾ. ഇതൊക്കെ ഇന്ത്യയിൽ ഇത് ഇനി കനക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ ആക്രമണത്തിനെ പറ്റിയിട്ടുള്ള സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഒക്കെ പലതും പറഞ്ഞു എന്ന് വരും. ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ തുറമുഖങ്ങൾ അമേരിക്ക ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇതിനെ കാണുന്നത് എന്താന്ന് വെച്ചാൽ ഇതിപ്പോ ഇറാനിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് ഈ ഇറാൻ യുദ്ധക്കപ്പൽ പുറപ്പെട്ടത് മുതൽ ട്രാക്ക് ചെയ്തിരുന്നു ഈ അന്തർവാഹിനി ആ യുദ്ധക്കപ്പലിനെ എന്ന് റിപ്പോർട്ടുകളിൽ കാണാം. ഇനി അങ്ങനെ അല്ലാന്ന് തന്നെ ഇരിക്കട്ടെ, എവിടെയോ വെച്ചോ ഇത് ട്രാക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോ ഈ ഇന്ത്യയുടെ ഇക്കണോമിക് സോണിലോ ഇന്ത്യൻ അതിർത്തിയിലോ വെച്ചിട്ടല്ല, ഇന്ത്യൻ അതിർത്തി കടന്നു പോയ ശേഷമാണ് ഇതിനെ അമേരിക്ക ആക്രമിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയ്ക്ക് ആണല്ലോ ഇപ്പൊ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്തം, രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒക്കെ. സാധാരണഗതിയിൽ യുദ്ധത്തില് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ കപ്പലിനെ ആക്രമിച്ചിട്ട് അതിലൊരുപാട് പേര് അപകടത്തിൽപ്പെടുന്നുണ്ടല്ലോ. അവരെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി ജനീവ കൺവെൻഷൻ പ്രകാരം ഉണ്ട്. എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇതിലൊന്നും ചെയ്തില്ല, ശ്രീലങ്ക നേവിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ സംസാരിക്കുമ്പോൾ നാവിക വിദഗ്ധർ പറയുന്നത് എന്താന്ന് വെച്ചാൽ അത് സാധാരണഗതിയിൽ യുദ്ധക്കപ്പലൊക്കെ ആണെങ്കിൽ ശരിയാണ്, ഒരു അന്തർവാഹിനിക്ക് കടലിന്റെ അടിയിൽ ഉള്ള 5-6 മാസം കടലിന്റെ അടിയിൽ കാണുമല്ലോ, ഒരു അന്തർവാഹിനിക്ക് ഇത്രയും പേരെ രക്ഷിച്ച് കരയിൽ കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞാല് നടക്കുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ആ ജനീവ കൺവെൻഷൻ ഇതില് ബാധകമാക്കേണ്ട കാര്യവും ഇല്ല. പിന്നെ ഇന്ത്യയോട് അമേരിക്ക ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സങ്കടം ചിലർ പറയുന്നുണ്ട്. അതിന്റെ ഉത്തരം എന്താന്ന് വെച്ചാൽ ഇന്ത്യ നേരത്തെ അറിയിച്ചു കഴിഞ്ഞാൽ ഇത് ലീക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ ആ സർപ്രൈസ് എലമെന്റ് നഷ്ടപ്പെടില്ലേ? യുദ്ധത്തിൽ ആക്രമണമല്ലേ പ്രധാനം. അപ്പൊ അതുകൊണ്ട് അറിയിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് പോയി കഴിഞ്ഞല്ലോ, ഇവിടത്തെ ഒരു നാവികാഭ്യാസം നടക്കുമ്പോൾ ഇവിടത്തെ അതിർത്തിയിൽ വെച്ചിട്ടൊന്നും ചെയ്തിട്ടുള്ളതല്ല. ശ്രീലങ്കയിൽ എത്തിയ ശേഷം ശ്രീലങ്കയുടെ സ്പെഷ്യൽ ഇക്കണോമിക് സോണിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങൾ ഇത് സംബന്ധിച്ചുണ്ട്. പക്ഷേ ഇതിലൊരു ഭീഷണി ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇന്ത്യ സമുദ്രം, ഇന്ത്യക്കടുത്തുമൊക്കെ ഞങ്ങൾക്ക് ഒരവസരം കിട്ടിയാൽ ഞങ്ങൾ പെരുമാറും എന്നുള്ള ഭീഷണി ഇതിലുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.